ഇപ്പോൾ BCom BBA 6th സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പോകണോ അതല്ലെങ്കിൽ നമ്മൾ ഇനി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണോ. സോ ഹയർ എഡ്യൂക്കേഷന് പോകാനാണെങ്കിൽ നമുക്ക് MCom MBA അതല്ലെങ്കിൽ B.Ed M.Ed ചെയ്തിട്ട് ഒരു റിസർച്ചൊക്കെ ചെയ്ത് അക്കാഡമിക് ഡെപ്ത് ഉണ്ടാക്കിയിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാം. ഇനി അതല്ല ജോലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള ഈ ഒരു അക്കാഡമിക് നോളജ് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു ബിഗ് 4 പോലെയുള്ള ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫേമിലോ നമുക്ക് പ്ലേസ്ഡ് ആവാൻ കഴിയില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തിയറിയും നമ്മളിത് ആക്ച്വലി അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു എൻവയോൺമെൻറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ GST, ഇൻകം ടാക്സ്, എക്സൽ പോലുള്ള പല കാര്യങ്ങളും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതെല്ലാം അറിയുന്ന പ്രാക്ടിക്കലി അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് എല്ലാ ഫേമിനും ആവശ്യമായിട്ടുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ BCom അല്ലെങ്കിൽ BBA കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ട കോഴ്സുകൾ ചൂസ് ചെയ്തിട്ട് ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെയാണ് നമുക്ക് ഫിൻസ്കോമിൻ്റെ 3 month CFMP കോഴ്സിൻ്റെ പ്രാധാന്യം. ഇവിടെ ഒരു CAൻ്റെ മെൻറ്റർഷിപ്പിൽ റിയൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് പ്രൊഫഷണൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട GST, ഇൻകം ടാക്സ്, TDS അതുപോലെ മറ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള Zoho, SAP, Tally, എക്സൽ ഇതുപോലുള്ള എല്ലാ ഫീൽഡും നമ്മൾ റിയൽ ഡാറ്റ വെച്ചിട്ട് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് CFMP കോഴ്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് നോളജ് മാത്രം വെച്ച് നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോ ലെവലിൽ ചെറിയ സാലറിയിൽ പ്ലേസ്ഡ് ആവും. അതേസമയം ഇങ്ങനെ ഒരു 3 month കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു. അതിന് കൂടെ നിങ്ങൾക്ക് മറ്റ് സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റും അതിനനുസരിച്ചുള്ള സാലറിയിലും തന്നെ നിങ്ങൾക്ക് ഇനീഷ്യലി പ്ലേസ്ഡ് ആവാൻ പറ്റും. സോ CFMPയുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഫോർ മോർ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക.